ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സെൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സെൻസർ എന്താണെന്നും അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, കൂടാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ സെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിവൈസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാകാം? ഫോഴ്സ് ആകാം, പ്രഷർ ആകാം, ടെമ്പറേച്ചർ ആകാം, ലൈറ്റ് ആകാം, സ്ട്രെയിൻ ആകാം, എന്തുമാകാം അല്ലെ. ഈ പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസുകളുടെ എന്തെങ്കിലും വേരിയേഷൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ കാപ്പബിൾ ആകുന്ന ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സെൻസർ ഈ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ചുകളെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനൊരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് റിസൾട്ട് ആയിട്ട് തരികയാണ് അല്ലെ. ഇപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഇപ്പൊ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ വേരിയേഷനെ ഡിറ്റക്ട് ചെയ്ത് അതിനെ ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് റിസൾട്ട് ആയിട്ട് കാണിച്ചു തരികയാണ്. ഇപ്പൊ നമുക്ക് ആ ഡിറ്റക്ട് ചെയ്ത ഫോർമാറ്റിൽ തന്നാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് എന്താവണം? ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരികയാണെങ്കിൽ വി ക്യാൻ ഐഡന്റിഫൈ വാട്ട് ആർ ദ വേരിയേഷൻസ് ഇൻ ദ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെൻസർ നോർമൽ ആയിട്ട് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ടിനെ നമുക്ക് സ്റ്റിമുലസ്, ഇൻപുട്ടിൽ വരുന്ന എന്തെങ്കിലും ചേഞ്ചസുകളെ ഡിറ്റക്ട് ചെയ്ത് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഈക്വലന്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കൂ, എനിക്കൊരു ഇൻപുട്ട് സിഗ്നൽ വരുന്നുണ്ട്. അതിന് ഈ ഒരു സെൻസർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഇൻപുട്ടിൽ വരുന്ന വേരിയേഷൻസിനെ എല്ലാം ഡിറ്റക്ട് ചെയ്ത് ആ ഒരു സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യും? ഇറ്റ് പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് അല്ലെ. ഇതാണ് സെൻസറിന്റെ ഒരു ബേസിക് വർക്കിംഗ് അല്ലെങ്കിൽ സെൻസറിന്റെ ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ കോമ്പണന്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു റിസപ്റ്റർ ഉണ്ടാകും, ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു സിഗ്നൽ കണ്ടീഷനിങ് ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, ആൻഡ് ഫൈനൽ ഒരു ഔട്ട്പുട്ട് ഇൻഡിക്കേറ്റിംഗ് അല്ലെങ്കിൽ ഒരു അലാം ഉണ്ടാകും അല്ലെ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന സെൻസർ കോമ്പണന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എൻവയോൺമെന്റൽ ഇൻപുട്ടുകൾ വരുന്നുണ്ട്, ലൈറ്റ്, ടെമ്പറേച്ചർ, ഹീറ്റ്, സൗണ്ട്, ഇതിനെയൊക്കെ റിസീവ് ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് ആണ് റിസപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോർഷൻ ആണ് ഇൻപുട്ട് ആയിട്ട് വരുന്ന സിഗ്നലുകളെ എല്ലാം കളക്ട് ചെയ്യുന്നത്. അടുത്തത് എന്താണ്? ട്രാൻസ്ഡ്യൂസർ ആണ്. ഈ ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുന്നത്? മെഷർ ചെയ്തിരിക്കുന്ന സിഗ്നലിനെ ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്, ഒരു കോമൺ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ട്രാൻസ്ഡ്യൂസർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ് ആണ്. അത് ഈ സിഗ്നലുകളെ ആംപ്ലിഫൈ ചെയ്യുകയാണ്, നമുക്ക് വന്നിരിക്കുന്ന ചേഞ്ചസുകളെ എന്ത് ചെയ്യാണ്? ആംപ്ലിഫൈ ചെയ്യുകയാണ് അല്ലെ. നമുക്ക് റിസൾട്ട് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ടിൽ നമ്മൾ അതിനെ ആംപ്ലിഫൈ ചെയ്തെടുക്കുകയാണ്. ഔട്ട്പുട്ട് എന്താ? ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഒരു അലാറം ആയിരിക്കും. അപ്പൊ എന്താണ് നമുക്ക് വന്നിരിക്കുന്ന ചേഞ്ചുകൾ, എന്തെങ്കിലും ചേഞ്ചസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണിക്കും. അത് ചിലപ്പോൾ സൗണ്ട് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്പ്ലേ റീഡിങ്സ് കാണിക്കുന്ന രീതിയിൽ, അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ കോമ്പണൻസുകൾ. എന്തൊക്കെയാണ്? ഒരു റിസപ്റ്റർ വരുന്നുണ്ട്, ഒരു ട്രാൻസ്ഡ്യൂസർ വരുന്നുണ്ട്, then ഒരു സിഗ്നൽ കണ്ടീഷനിങ് ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, then ഫൈനൽ ഒരു ഔട്ട്പുട്ട് ഇൻഡിക്കേറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സെൻസറിന്റെ ഔട്ട്പുട്ട് ആണ് അല്ലെ. സെൻസറിൽ നിന്ന് കൺവേർട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ടാണ് നമുക്ക് ഈ ഒരു സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റിലേക്ക് വരുന്നത്. ഈ പറയുന്ന സിഗ്നലിനെയാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യണം, അതുപോലെ തന്നെ ഫിൽറ്റർ ചെയ്യണം. എന്തെങ്കിലും നോയ്സസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഫിൽറ്റർ ചെയ്ത് അതിനെ മോഡിഫൈ ചെയ്ത് നമുക്ക് റിസൾട്ട്, നമുക്ക് ഡിസൈർഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് അതിനെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇത്രയും ഫംഗ്ഷൻസ് ആണ് ഈ പറയുന്ന സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൈക്രോഫോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓഡിയോ സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഈ ഓഡിയോ സിഗ്നലിനെ ഒരു വോൾട്ടേജ് ആയിട്ട്, ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ്, ചിലപ്പോൾ അതൊരു മില്ലി വോൾട്ടിലായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വളരെ മില്ലി വോൾട്ടിലേക്ക് ആയിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. ട്രാൻസ്ഡ്യൂസേഴ്സ് കൺവേർട്ട് ചെയ്യുന്നത് മില്ലി വോൾട്ടിലായിരിക്കും. ഈ മില്ലി വോൾട്ട് നമുക്കൊരു ഡ്രൈവർ സർക്യൂട്ടിലേക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഔട്ട്പുട്ട് സർക്യൂട്ടിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. മില്ലി വോൾട്ടിൽ കൊടുത്തിട്ട് നമുക്കതൊരു യൂസ്ഫുൾ ആവില്ല. അപ്പൊ ഈ ഒരു മില്ലി വോൾട്ടിനെ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഡ്രൈവർ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം?
കൺവേർട്ട് ചെയ്ത് ആംപ്ലിഫൈ ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ആംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ മില്ലി വോൾട്ടിന്റെ സിഗ്നൽ സ്ട്രെങ്ത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷെ ഈ ഒരു സിഗ്നൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് എല്ലാ സെൻസേഴ്സിലും നമുക്കത് യൂസ് ചെയ്യാൻ, ഫോട്ടോ ഡയോഡ്, LDR ഇതിനൊന്നും നെസസറി അല്ല. കാരണം നമുക്ക് ഈ പറയുന്ന ഫോട്ടോ ഡയോഡിന്റെ ലൈറ്റ് നമുക്ക് ഒരുപാട് ആംപ്ലിഫൈ ചെയ്ത ആവശ്യം വരുന്നില്ല. LDR അല്ലെ, ലൈറ്റ് ഡിറ്റക്ടർ, അതിലൊക്കെ നമുക്ക് പറയുന്നത് ഈ പറയുന്ന സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നത് നോക്കൂ. ആദ്യം നമുക്ക് റിസപ്റ്റർ സർക്യൂട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു ട്രാൻസ്ഡക്ഷൻ വരുന്നുണ്ട്, അതായത് ട്രാൻസ്ഡ്യൂസർ കൺവേർഷൻ വരുന്നുണ്ട്, ദെൻ സിഗ്നൽ കണ്ടീഷനിങ് വരുന്നുണ്ട്, ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലൈക്ക് 4 വോൾട്ടേജ് ആകാം, കറന്റ്, ഫ്രീക്വൻസി, ഡിജിറ്റൽ കോഡ് എന്തുമാകാം. ഓക്കെ, ചിലതിലൊരു ഫീഡ്ബാക്ക് സർക്യൂട്ട് വരുന്നുണ്ട്. ഓക്കെ, ചില സെൻസേഴ്സ് എങ്ങനെയാണ്, ഒരു ഫീഡ്ബാക്ക് ലൂപ്പുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു അക്യുറസിയും അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റൽ ചേഞ്ചുകളിലേക്ക് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് നമ്മൾ അതിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എല്ലാത്തിലും ഈ പറയുന്ന ഫീഡ്ബാക്ക് സർക്യൂട്ട് എല്ലാത്തിലും നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇനി സെൻസിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എങ്ങനെയിരിക്കും, പല ഫിസിക്കൽ പ്രിൻസിപ്പിൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻസർ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയായിരിക്കാം, മെക്കാനിക്കൽ വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ സെൻസേഴ്സ് നമ്മൾ ഡിഫ്ലക്ഷൻസ്, സ്ട്രെസ്, സ്ട്രെയിൻ ഗേജുകൾ, ഇങ്ങനെയുള്ള ചേഞ്ചസുകൾ, ഫ്രീക്വൻസി ചേഞ്ചുകൾ, റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽസ്, ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത് മെക്കാനിക്കൽ ക്വാണ്ടിറ്റികളായിട്ടാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. ഈ പറയുന്ന മെക്കാനിക്കൽ ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസർ കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ തെർമൽ എന്ന് പറയുന്നത് എന്തായിരിക്കാം, തെർമൽ സെൻസേഴ്സ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ് അല്ലെ. ഒരു ഹീറ്റ്, കോൾഡ് ഇതിനെയൊക്കെ സെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് തെർമൽ പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. തെർമൽ ആ ഒരു എഫക്ട് നമ്മൾ ഡിഫറെന്റ് ഫിസിക്കൽ പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് തെർമിസ്റ്റർ വരുന്നുണ്ട്, തെർമോകപ്പിൾ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഇലക്ട്രിക്കൽ വരുന്നതാണ്. ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ആകാം, അതുപോലെ തന്നെ ഇലക്ട്രോ കെമിക്കൽ സെൻസേഴ്സ് യൂസ് ചെയ്യാം അല്ലെ. ഏതൊക്കെയായിരിക്കാം, ഇലക്ട്രിക് ഫീൽഡ്, വോൾട്ടേജ്, കറന്റ്, ചാർജ്, കണ്ടക്ടിവിറ്റി, ഇതൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്നതിന് നമുക്ക് സെൻസേഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അടുത്തൊരു ടൈപ്പിൽ വരുന്നതാണ് മാഗ്നറ്റിക് എന്ന് പറയുന്നത് അല്ലെ. മാഗ്നെറ്റോ റെസിസ്റ്റേഴ്സ്, ഹോൾ എഫക്ട് സെൻസേഴ്സുകൾ വരുന്നുണ്ട്, കോമ്പസുകൾ അല്ലെ. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഫ്ലക്സ് ഡെൻസിറ്റി ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന് കോമ്പസ്, ഇതൊക്കെ മാഗ്നറ്റിക്കിന്റെ ഫീൽഡിൽ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസുകളാണ്. പിന്നെ റേഡിയന്റ് ആണ്. റേഡിയന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ലൈറ്റ്, ഇൻഫ്രാറെഡ് ലൈറ്റ്, റേഡിയേഷൻ സെൻസിങ്സ്, ഇതൊക്കെ നമുക്ക് ആ ഒരു എന്താണ് ഫോട്ടോ കണ്ടക്ടിവിറ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ടൈപ്സ് ആണ്. ആ ഫോട്ടോ കണ്ടക്ടിവിറ്റി, അതുപോലെ ഫോട്ടോ എമിഷൻ, ബോളോമെട്രിക് എഫക്റ്റുകൾ, ഇതൊക്കെ നമുക്ക് ഈ ഒരു റേഡിയന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്, ഒരു റേഡിയേഷൻ എക്സ്പോഷറിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കെമിക്കൽ ആണ് അല്ലെ. കെമിക്കൽ സെൻസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിന്, അല്ലെങ്കിൽ ഒരു സെലക്റ്റീവ് മെംബ്രെയിൻ പ്രോപ്പർട്ടീസുകൾ, കാറ്റലിറ്റിക് റിയാക്ഷൻസ്, ഇങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസുകളൊക്കെ നോക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കെമിക്കൽ ഫിസിക്കൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ കുറച്ച് ഇക്വേഷൻസ് നമുക്ക് വരുന്നുണ്ട് സെൻസറിൽ. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. സെൻസിറ്റിവിറ്റി ആണ് ഫസ്റ്റ് വൺ. സെൻസിറ്റിവിറ്റി എന്താണ് നമുക്കറിയാം, ഔട്ട്പുട്ട് സിഗ്നൽ ബൈ ഇൻപുട്ട് സിഗ്നൽ ആണ് അല്ലെ. ഇൻപുട്ട് സിഗ്നലിൽ എന്തൊക്കെ വേരിയേഷൻ വന്നോ അതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടോ അതിനെയാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അടുത്തത് റെസൊല്യൂഷൻ ആണ്. മിനിമം ഡിറ്റക്റ്റബിൾ സിഗ്നൽ ബൈ ഫുൾ സ്കെയിൽ സിഗ്നലിനെയാണ് നമ്മൾ പറയുന്നത്. സോ 1/2⁻n-1 ആണ്. ഇതൊരു ഡിജിറ്റൽ സെൻസറിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് ലീനിയാരിറ്റി ആണ്. എത്രത്തോളം ഡീവിയേഷൻ, ആ ഒരു ബെസ്റ്റ് ഫിറ്റ് ലൈനിൽ നിന്നും എത്രത്തോളം ഡീവിയേഷൻ വന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ ഫുൾ സ്കെയിൽ, ഇതിനെയാണ് ലീനിയാരിറ്റി അല്ലെങ്കിൽ L എന്നുള്ള ഒരു ലെറ്ററിൽ കാണിക്കുന്നത്. പിന്നെ റെസ്പോൺസ് ടൈം അല്ലെ. ആ ഒരു 63.2% ഓഫ് ദ ഫൈനൽ വാല്യൂയിൽ എത്തുന്നതിന് എത്രത്തോളം ടൈം എടുത്തിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ടൈം കോൺസ്റ്റന്റ് ആണ്. ടൗ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് റിപ്പീറ്റബിലിറ്റി ആണ്. അപ്പൊ ഒരു മാക്സിമം ഡീവിയേഷൻ വരണം അല്ലെ. എന്താണ്, ആ എത്രത്തോളം മാക്സിമം ഡീവിയേഷൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത് ആ ഒരു റിപ്പീറ്റഡ് ഔട്ട്പുട്ടിൽ നിന്നും കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇൻപുട്ടിൽ അനുസരിച്ച് നമുക്ക് എത്രത്തോളം ഡീവിയേഷൻ വന്നിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ റിപ്പീറ്റബിലിറ്റി എന്നുള്ള ടേമിൽ പറയുന്നത്. അടുത്തത് ഹിസ്റ്ററിസിസ് ആണ്. ആ ഒരു ട്രാൻസിഷൻ പോയിന്റ്സുകൾ, ആ ഒരു ഇൻപുട്ട് ഇൻക്രീസും ഡിക്രീസ് ആവുന്ന പല സൈക്കിളുകൾ വരുന്നില്ലേ, അതിൽ വരുന്ന ആ ഒരു ട്രാൻസിഷൻ പോയിന്റ്സിനെയാണ് നമ്മൾ, അതിൽ വരുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ ഹിസ്റ്ററിസിസ് H എന്നുള്ളൊരു ടേമിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തത് ഡ്രിഫ്റ്റ് ആണ്. അപ്പൊ മാക്സിമം ഓഫ്സെറ്റ് ടു നോർമൽ നോമിനൽ ഔട്ട്പുട്ട് ഓവർ ടൈം.
ആ ഒരു കോൺസ്റ്റന്റ് എൻവയോൺമെന്റൽ ടൈമിൽ എത്രത്തോളം മാക്സിമം ഓഫ്സെറ്റ് എത്രത്തോളം വന്നിട്ടുണ്ട്, ആ ഒരു നോമിനൽ ഔട്ട്പുട്ട് ഓവർ ടൈം ഉണ്ടാവില്ല, അതിനനുസരിച്ച് എത്രത്തോളം മാക്സിമം ഓഫ്സെറ്റ് വന്നിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദി ഡ്രിഫ്റ്റ്. പെർസെന്റേജ് ഓഫ് FSS ബൈ ഇയർ ആണ്, അല്ലെങ്കിൽ PPM per ഇയർ ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ടൈപ്പുകൾ നോക്കുകയാണെങ്കിൽ ലൈറ്റ് സെൻസേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, IR സെൻസർ വരുന്നുണ്ട്, ഇൻഫ്രാറെഡ് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ LED IR LED വരുന്നുണ്ട്, ഫോട്ടോ ഡയോഡ് വരുന്നുണ്ട്, ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റർ LDR വരുന്നുണ്ട്. ടെമ്പറേച്ചറിൽ വരുന്നതാണ് തെർമിസ്റ്ററും തെർമോകപ്പിളും ആണ്. പ്രഷർ ഫോഴ്സ് വെയിറ്റിൽ വരുന്നതാണ് സ്ട്രെയിൻ ഗേജും ലോഡ് സെല്ലും ആണ് വരുന്നത്. പൊസിഷൻ സെൻസറിൽ പൊട്ടൻഷ്യോമീറ്റർ, എൻകോഡർ, ഓക്കെ, അതേപോലെ തന്നെ ഹോൾ സെൻസർ വരുന്നുണ്ട്, ഫ്ലെക്സ് സെൻസർ, സൗണ്ട് സെൻസർ, അൾട്രാസോണിക്, ടച്ച്, PIR, ടിൽറ്റ് സെൻസർ, ഗ്യാസ് സെൻസർ, അങ്ങനെ നമ്പർ ഓഫ് വെറൈറ്റീസ് ഓഫ് സെൻസേഴ്സ് ആർ അവൈലബിൾ ഇൻ മാർക്കറ്റ്സ്. ഓക്കെ, സോ അപ്പൊ ഇതാണ് ഒരു സെൻസറിന്റെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. ഇനി ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ് നമ്മൾ നെക്സ്റ്റ് ഓരോരോ വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.